ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുൻ. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസേർട്ടാണ് ഗുലാബ് ജാമുൻ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, നമ്മുടെ ചാനലിൽ 2 വീഡിയോസ് 1000 വ്യൂസ് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എൻ്റെ വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും. എൻ്റെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഏത് വീഡിയോയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഗുലാബ് ജാമുന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് പാൽപ്പൊടി. ഞാൻ എടുത്തിരിക്കുന്നത് ഡയറി വൈറ്റ്നർ റിച്ച് ആൻഡ് ക്രീമി. ഇത് നോവ കമ്പനിയുടേതാണ്. ഇത് നല്ല പാൽപ്പൊടി തന്നെയാണ്. ഞാനിത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുമല്ലോ. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. എല്ലാം കൂടി ഒന്നിച്ചൊഴിക്കരുത്. ആദ്യം ഒരു 3 സ്പൂൺ ഒഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള 3 സ്പൂണും കൂടി ഒഴിച്ച് കുഴച്ചെടുക്കാം. പാലിന് പകരം പ്ലെയിൻ വാട്ടർ വേണമെങ്കിൽ ചേർക്കാൻ. പാൽ എടുത്തത് ഗുലാബ് ജാമുൻ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കും, അത് പേടിക്കണ്ട. അതിന് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. എന്നിട്ടൊന്ന് നന്നായി കുഴച്ചെടുക്കാം. നെയ്യ് ഒഴിച്ചാൽ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. ക്രാക്കൊന്നും തീരെ ഉണ്ടാവില്ല. 5 മിനിറ്റ് ഇതേപോലെ കുഴച്ചെടുക്കണം. കണ്ടോ, മാവെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നതേ ഇല്ല. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. ഫ്ലെയിം ലോയിലിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ. ഇനി മാവിന്ന് കുറച്ച് എടുത്തിട്ട് ബോൾ പോലെ നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ. കണ്ട, ഒരു ക്രാക്ക് പോലും ഇല്ല. അതാണ് പാലൊഴിച്ചാലുള്ള ഗുണം. ഇതേപോലെ എല്ലാ ബോൾസും ഉരുട്ടി വെക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഉരുട്ടി വെച്ചതിന് ശേഷം ഉടനെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അധിക നേരം ഇങ്ങനെ വെച്ചാൽ ഡ്രൈ ആയി പോവും. കുറച്ചൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇടയ്ക്കിടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെ ബ്രൗൺ കളർ കൂടുതലായി പോകും. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇതൊന്ന് കുറച്ച് വലുതായി വരുന്നുണ്ട്. അപ്പോഴേക്കും പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനൊരു പാൻ സ്റ്റൗവിൽ വെക്കാം. ഒരു വലിയ കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി 1 കപ്പ് പഞ്ചസാര ഇടാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ ഈ അളവിലാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര പാനി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 1 നാരങ്ങ മുറിച്ച് അതിൻ്റെ പകുതി ജ്യൂസ് ഒഴിക്കാം.
ഇത് നമ്മൾ ഒഴിക്കുന്നത് ഷുഗർ സിറപ്പ് ക്രിസ്റ്റലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായി തിളച്ചോട്ടെ. ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഗുലാബ് ജാമുൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഗുലാബ് ജാമുൻ ഡാർക്ക് കളർ വേണമെന്നുള്ളവർക്ക് കുറച്ച് സമയം കൂടി വേവിച്ചെടുത്താൽ ഡാർക്കായി കിട്ടും. 2 ബാച്ചായാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ബാക്കിയുള്ളതും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരപ്പനി ചെറിയ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ച് വേവിച്ചെടുക്കാം. ഇതിന് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ക്രാക്കല്ല, മാവൊന്ന് വലിഞ്ഞതാണ്. കാരണം ഉരുട്ടി വെച്ചതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞല്ലോ നമ്മൾ രണ്ടാമത് എണ്ണയിലേക്ക് ഇടാൻ. നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് എണ്ണയിലിട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഉരുട്ടി വെച്ചതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ ഡ്രൈ ആയി പോവില്ല. ഗുലാബ് ജാമുൻ 2 രീതിയിൽ കഴിക്കാം. ചൂടോടുകൂടിയും തണുപ്പിച്ചും. തണുപ്പിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെർവ് ചെയ്യാം. നല്ല ചൂട് വേണമെങ്കിൽ പഞ്ചസാര പാനി തിളപ്പിക്കുമ്പോൾ ഗുലാബ് ജാമുൻ ഇട്ട് 2-3 മിനിറ്റ് തിളപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ഇതൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 30 മിനിറ്റ് അടച്ചു വെക്കണം. നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗുലാബ് ജാമുൻ. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരയ്ക്കും ബൈ.